ഇതിനെല്ലാം രാജമൗലിയെ പറഞ്ഞാൽ മതി. അങ്ങനെയാണ് ഇതെല്ലാം തുടക്കം ഇട്ടത്. റണ്ണിങ് ആയിരുന്നു. വൃഷഭ നന്ദകിഷോർ സംവിധാനം ചെയ്ത് മോഹൻലാൽ, സമർജിത് ലങ്കേഷ്, രാഗിണി ദ്വിവേദി തുടങ്ങിയവർ അഭിനയിച്ച മലയാളം / തെലുഗു ഫാന്റസി ഡ്രാമ ആക്ഷൻ മൂവി കണ്ടു. ആദ്യം തന്നെ പടത്തിന്റെ പോസിറ്റീവ്സ് അങ്ങ് പറഞ്ഞു തുടങ്ങാം. ലാലേട്ടൻ ഇതിൽ ഈ രാജാപ്പാട്ടല്ലാതെ സാധാരണ മനുഷ്യനായിട്ട് ഈ ഷർട്ടും പാന്റും ഒക്കെ ഇട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. ആ ഒരു ലുക്കൊക്കെ കണ്ടാൽ തന്നെ എന്താ പറയാ, ആ മോഡേൺ ലാലേട്ടൻ ഇടയ്ക്ക് ഇങ്ങനെ വരുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പടം കണ്ടു തീർത്തത് എന്ന് പറയാം. ഇതാണ് സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാന പോസിറ്റീവ്. നെക്സ്റ്റ് പോസിറ്റീവ് പറഞ്ഞാൽ പേഴ്സണൽ ആണ്. എനിക്ക് വലിയ പെട്രോൾ ഒന്നും അടിക്കേണ്ടി വന്നില്ല. തൊട്ടടുത്ത തിയേറ്ററിൽ തന്നെ പടം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് പോയി കാണാൻ പറ്റി. പിന്നൊന്ന് 2 മണിക്കൂർ 5 മിനിറ്റേ പടമുള്ളൂ. അതുകൊണ്ട് ഒരുപാട് നേരം നമ്മളിങ്ങനെ കഷ്ടപ്പെടാതെ ഇത് കണ്ടിങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. അത് വലിയൊരു ആശ്വാസമാണ്. ഇനി പ്ലോട്ട്. ത്രില്ലിംഗ് രാജ്യത്തെ രാജാവായിരുന്ന വിജയേന്ദ്ര വൃഷഭയ്ക്ക് കിട്ടിയ ഒരു ശാപത്തിന്റെ കഥയാണ് വൃഷഭ. പുത്രദുഃഖമായിരുന്നു ആ ശാപം. പക്ഷെ കാണുന്ന പ്രേക്ഷകർക്ക് വേറൊരു ശാപമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ആദ്യം വൃക്ഷാഭ എങ്ങനെയുണ്ടോ അതിനെ കുറിച്ച് പറഞ്ഞാല്, കഴിഞ്ഞ ആഴ്ച ഒരു ഭ വന്നിരുന്നു, ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. അതൊരു വന അപരാധമായിരുന്നെങ്കിൽ ഈ ആഴ്ച ഇറങ്ങിയ ഭ ഇലദു ആണ്. ഇഹലോക ദുരന്തം, പാൻ ഇന്ത്യൻ ഡിസാസ്റ്റർ. ഇഹലോകത്തൊന്നും പരലോകത്തേക്ക് വലിച്ചെറിഞ്ഞ ഒരു പടക്ക ദുരന്തം. പിന്നെ ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് പടക്കം പൊട്ടിച്ച് ആഘോഷത്തിലൊന്നും വേണ്ട. കഴിഞ്ഞ കൊല്ലമാണെങ്കിൽ ലാലേട്ടന്റെ വക ക്രിസ്മസ് ടൈമിൽ തന്നെ ഒരു ബാറോസ് ഉണ്ടായിരുന്നു. ഇത്തവണ വൃഷഭ. ഈ തെലുഗു ദേശത്തും അതുപോലെ നോർത്ത് ഇന്ത്യയിലും ഒക്കെയുള്ള ഒരു ട്രഡീഷൻ ഉണ്ട്. ഏതെങ്കിലും ഒരു ഭാഷയിലെ സൂപ്പർ സ്റ്റാറിനെ പിടിച്ച് നല്ല പ്രൗഢിയുള്ള ഒരു ലോങ് ബ്ലൗസ് അങ്ങ് ഇടിപ്പിച്ച് അത് പടച്ചട്ടയാക്കിയിട്ട് ഒരു വാളും കയ്യിലെടുത്തും കൊടുക്കും. എന്നിട്ടൊരു തട്ടിക്കൂട്ട് കഥ ഉണ്ടാക്കി അതിനകത്ത് ശിവനെയും രാമനെയും രാമായണവും മഹാഭാരതവും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് പാൻ ഇന്ത്യൻ എന്നൊരു ലേബൽ ഒട്ടിച്ച് എല്ലാ മാസവും അങ്ങോട്ട് ഇറക്കും. ദേ കോൾ ഇറ്റ് പാൻ ഇന്ത്യൻ പടം, ബട്ട് ഐ കോൾ ഇറ്റ് ചാണകപ്പടം. ഓ മൈ ഗോമാത, പൊറുക്കണേ. അതിലേക്കുള്ള ലേറ്റസ്റ്റ് എഡിഷൻ ആണ് വൃഷഭ. ഈ പടമൊക്കെ കാണാൻ വേണ്ടി അവിടെയുള്ള ആൾക്കാർ 4 ദിവസം വ്രതമൊക്കെ എടുത്തിട്ടാ തിയേറ്ററിൽ പോകുന്ന കേട്ടത്. ഭക്തിയ ഞാൻ ആദ്യം പറഞ്ഞ ഒരു ശാപമില്ലേ, അതെന്താണെന്നോ, ലാലേട്ടൻ പണ്ട് പറഞ്ഞായിരുന്നു ഹൈദരാബാദിലുള്ള ആൾക്കാരൊന്നും സിനിമക്കാരെയൊന്നും വിമർശിക്കില്ല, അവരെയൊക്കെ കണ്ടുപിടിക്കണം, അവർക്കൊക്കെ സിനിമക്കാരുടെ ഒക്കെ ഭയങ്കര റെസ്പെക്ട് ആണ്, സിനിമയുടെ റെസ്പെക്ട് ആണെന്നൊക്കെ. നമുക്കാർക്കും റെസ്പെക്ട് ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ അടുത്ത കാലത്തായിട്ട് ലാലേട്ടൻ ഹൈദരാബാദിൽ പോയി വർഷത്തിൽ 1, 2, 3 നേരം ഇതുപോലുള്ള പടങ്ങൾക്ക് തലവെക്കും. അത് കാരണം നമുക്ക് കിട്ടിയ ശാപമാണ് ഞാൻ പറഞ്ഞ ആ ശാപം. അല്ല, ആക്ച്വലി നമുക്ക് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഞങ്ങൾ കുറച്ച് റിവ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടിയ ഒരു ശാപമാണ് ലാലേട്ട തെലുഗു പടശാപം. നമ്മൾ ഈ പടങ്ങളൊക്കെ തിയേറ്ററിൽ പോയിരുന്നു കണ്ടു വന്നിട്ട് ആ ദുരനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കണം. എന്നിട്ട് ഇത് കണ്ടിട്ട് ഏത് അമേദ്യം കിട്ടിയാലും നിവേദ്യമായിട്ട് വിഴുങ്ങുന്ന ഫാൻസുകാർ വന്ന് നമ്മളെ തെറിവിളിക്കണം. വഴിവെച്ച് കണ്ട അവർ നമ്മളെ തല്ലാൻ വരണം. ഈ ഫാൻസുകാരുടെ തെറിവിളി കേട്ടാത്തൊന്നും ഞാനാണ് ഈ പടം ഡയറക്ട് ചെയ്തത്, ലാലേട്ടനെ നിർബന്ധിച്ച് പിടിച്ച് അഭിനയിപ്പിച്ചതെന്ന്. ഹൊറിബിൾ റൈറ്റ്? അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു ശാപം. വൃഷഭ മഹാരാജാവിന്റെ മുജ്ജന്മ തെറ്റും ശാപമൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് വെക്കാം. ഞാനൊക്കെ പോയ ജന്മത്തെ എന്ത് തെറ്റിയിട്ടാണോ ഇതുപോലൊരു ശാപം തിയേറ്ററിൽ പോയി കാണേണ്ടി വരുന്നതാവും. സുഹൃതക്ഷയം. ഇക്കൊല്ലം ഞാൻ മുൻകൂട്ടി മനസ്സിലാക്കി കണ്ണപ്പയൊക്കെ മനഃപൂർവ്വം ഒഴിവാക്കി വിട്ടതാ. ഈ പടം എനിക്ക് ഓൾറെഡി അറിയാമായിരുന്നു ദുരന്തമായിരിക്കുമെന്നൊരു സൂചന ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ എന്തോ എനിക്ക് ബോറടിച്ചിട്ടാണോ ആഴ്ച ഫാൻസിന്റെ തെറിവിളി മിസ്സിംഗ് ആയതുകൊണ്ടാണോ ഞാൻ പോയി അങ്ങ് കണ്ടു. ചുമ്മാ ഒരു സാഡിസം. ദുബൈ ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നുണ്ടെന്ന് തോന്നുന്നു. പാൻ ഇന്ത്യന്റെ പാ എന്ന് കേട്ടാൽ ഉടനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഏക്ത കപൂർ, ശോഭ കപൂർ ഇവർ റെഡി ആയിരിക്കും. ലാലേട്ടൻ ഇതില് വിജയേന്ദ്ര വൃഷഭ എന്നൊരു രാജാവിന്റെയും ആദി ദേവവർമ്മ എന്നൊരു ബിസിനസ്സുകാരന്റെയും റോളിൽ, ഡബിൾ റോളിലാണ് വരുന്നത്. തെലുഗു ദേശത്തുള്ള ഏതോ ഒരു കുഗ്രാമത്തിൽ ജനിച്ച ഒരു മലയാളി കഥാപാത്രമാണ്. അവിടെയുള്ള ബാക്കി എല്ലാവരും തെലുഗുവിൽ ലിപ് സിങ്ക് കൊടുക്കുമ്പോൾ ലാലേട്ടൻ മാത്രം ക്ലോസപ്പിൽ മലയാളത്തിൽ ലിപ് കൊടുക്കുന്നുണ്ട്. അതൊരു അപൂർവ കാഴ്ചയായിരുന്നു. ഒരേ സമയം തെലുങ്കിലും മലയാളത്തിലും എടുത്ത ബൈലിംഗ്വൽ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണല്ലേ. പിന്നെ ലാലേട്ടന്റെ മോനായിട്ട് അഭിനയിച്ച സമർജിത് ലങ്കേഷ്. പയ്യന്റെ ഫിസിക്, ലുക്ക്, ആറ്റിറ്റ്യൂഡ്, സ്റ്റണ്ട് ചെയ്യുമ്പോഴുള്ള ചാട്ടമൊക്കെ കൊള്ളാം. മേക്കപ്പ് ഒക്കെ നായേക്കാളും കൂടുതലാണെങ്കിലും എക്സ്പ്രഷൻ വൈസ് എല്ലാവരെക്കാട്ടിലും ഓവറാക്കിയിട്ടുണ്ട്. രാഗിണി ദ്വിവേദിയാണ് ലാലേട്ടന്റെ നായികയായിട്ട് വരുന്നത്. മോന്റെ നായികയായിട്ട് നയൻ സരിക, അങ്ങനെയാണ് പേരെന്ന് തോന്നുന്നു, ഒരു പുള്ളിക്കാരി കൂടെ ഉണ്ട്. പിന്നെ നമ്മുടെ കസബയിലെ അയ്യയ്യോ രാവേറെയായി ആ ചേച്ചിയില്ലേ, നേഹ സക്സേന, ഇതിലൊരു ജൂനിയർ ആർട്ടിസ്റ്റിനെ പോലെ സൈഡിൽ എവിടെയോ ഞാൻ കണ്ട പോലെ ഓർക്കുന്നു. പിന്നെ കിഷോർ, ഹിന്ദിയിൽ നിന്നും പഴയ താരം ജിതേന്ദ്ര ഒക്കെ പടത്തിൽ എവിടെ കാണാം. ക്യാമറ ആന്റണി സാംസൺ, എഡിറ്റിംഗ് KM പ്രകാശ്. നല്ല എഡിറ്റിംഗ് ആണ് കേട്ടോ. വലിച്ചു നീട്ടാതെ 2 മണിക്കൂർ തീർത്തതിൽ വലിയൊരു താങ്ക്സ് എഡിറ്റർക്കുണ്ട്. താങ്കളെ ദൈവം രക്ഷിക്കട്ടെ. ജയ് ചങ്ക് ശക്തി. മ്യൂസിക് സാംസിയസ് ആണ്. സ്ഥിരം കലാപരിപാടികളൊക്കെ തന്നെയായിട്ടാണ് തോന്നിയത്. ഇതിന്റെ VFX ഈ വർഷത്തെ ഓസ്കാർ എൻട്രി പോയിട്ടുണ്ടെന്നാണ് കേട്ടത്. പിന്നെ കോസ്റ്റ്യൂംസ്, ആർട്ട് ഡിസൈൻ ഒക്കെ കണ്ടാൽ ഒരു കറക്റ്റ് കോസ്റ്റ്യൂം നാടകം ലെവൽ ഉണ്ടായിരുന്നു. സ്റ്റണ്ട് കൊറിയോഗ്രഫിക്ക് നല്ല ചെലവായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരു 100 കിലോ കമ്പിയെങ്കിലും വേണ്ടി വന്നതാണ്. മറ്റേ എയറിൽ ഇങ്ങനെ വലിച്ചു കയറ്റി അടി
ചെയ്യാൻ വേണ്ടി. എനിക്ക് സത്യത്തിൽ രാജമൗലിയോടാണ് ദേഷ്യം. പുള്ളിയാണ് ഈ മഗധീര, അത് കഴിഞ്ഞ് ബാഹുബലി, അങ്ങനെ ഈ രാജാപ്പാട്ട് പാൻ ഇന്ത്യൻ പടങ്ങൾ ട്രെൻഡിങ് ആക്കിയത്. തെലുങ്കിൽ ഇപ്പൊ രാജമൗലിമാരെ കൊണ്ട് തട്ട് നടക്കാൻ മേലാത്ത അവസ്ഥയാണ്. കണ്ടില്ലേ, ഇപ്പം മര്യാദയ്ക്ക് ഇവിടെ ദൃശ്യമൊക്കെ പോലുള്ള പടങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ലാലേട്ടൻ വരെ അതിൽ മയങ്ങി വീണു എന്ന് പറയാം. നമ്മൾ പിന്നെ ഇതിലും വലുത് കണ്ടിട്ടുണ്ട്. സോ ആകമൊത്തം ടോട്ടലിൽ കൊക്കിന് തിളങ്ങുന്ന ലോങ് ബ്ലൗസ് കോസ്റ്റ്യൂംസിൽ ഒരു 800K വ്യൂസ് ഒക്കെ അടിക്കാൻ വേണ്ടിയും, റീലോഡ് റോസ്റ്റിന് കണ്ടന്റ് ക്ഷാമം വരുത്താതിരിക്കാൻ വേണ്ടിയും, പെയ്ഡ് PR ടീമിന് എല്ലാ ആഴ്ചയും പേയ്മെന്റ് കറക്റ്റ് കിട്ടി പൈന്റ് അടിക്കാനും, ഈ പാവപ്പെട്ടവനുള്ളത് പറയുന്നതിന് വ്യൂസിന്റെ എണ്ണത്തെക്കാൾ കൂടുതൽ മുട്ടൻ തെറി കിട്ടാനുള്ള മുട്ടൊന്നും വരുത്താതിരിക്കാൻ വേണ്ടിയും ലാലേട്ടന്റെ വക പുതിയ സംഭാവനയാണ് വൃഷഭ. 2025 വിഘ്നം മൊത്തം വൃഷഭയിലൂടെ തീർന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് മനസ്സിലാവാത്തത് ഈ ഫാൻസിന്റെ മനസ്സാണ്. ഓൾറെഡി ഇവർക്ക് തന്നെ അറിയാം ഇതൊരു ദുരന്തമായിരിക്കും. ഇതറിഞ്ഞിട്ടും ഇവരിങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും ഏത് കൂതറപ്പടത്തിന് വേണ്ടിയും കടന്ന് ന്യായീകരിക്കുന്ന ആ ഒരു മനസ്സ്. ഇതിന്റെ താഴെ കമന്റ് വരും, ഞാൻ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലൊരു എന്റർടൈനർ, തലച്ചോറ് പണയം വെച്ചിട്ട് കണ്ട ഒരു കുഴപ്പമില്ല, രാമായണം കയ്യിലെടുത്ത് തിയേറ്ററിൽ കയറുകയാണെങ്കിൽ മോക്ഷവും കിട്ടും. നീ ലാലേട്ടൻ ഹേറ്റർ അല്ലേടാ, അതുകൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത്. ഹായ് പോട്ടെ.